ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപ്പൊലിറിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ തിന്മ എന്താണെന്നറിയാമോ? ദൈവഭയം ഇല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ആരാണ് ദൈവഭയം തരേണ്ടത്? അത് ദൈവമാണ്. അതുകൊണ്ടാണ് ബാറാസിരിയുടെ പുസ്തകത്തിൽ 43 അധ്യായത്തിൻ്റെ 29 വചനം പറയുകയാണ്, കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. കർത്താവാണ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ആളോട് സംസാരിച്ചപ്പോൾ അതിസമ്പന്നനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വിചാരിച്ചാൽ എന്തും ചെയ്യാനുള്ള എല്ലാ ആരോഗ്യമുണ്ട്, പണമുണ്ട്, ബന്ധങ്ങളുണ്ട്, എല്ലാ കഴിവുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പേഴ്സണലായിട്ടുള്ള ഒരു സംസാരത്തിൽ എന്നോട് പറയുകയാണ്, അച്ഛാ, എനിക്ക് ഒരു ഭയമുണ്ട്, എൻ്റെ ദൈവം എന്നെ കാണുന്നു എന്നൊരു ഭയം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും ദൈവം എന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ട് വലിയ തിന്മയിലേക്ക് ഞാൻ ഒരിക്കലും ഇതുവരെ വീണു പോയിട്ടില്ല. ഈ ഭയം ദൈവമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ മക്കളുടെ നമ്മുടെയൊക്കെ അവസ്ഥ, എന്ത് ചെയ്താലും എനിക്കൊരു പേടിയില്ല, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ലാതൊരു ചിന്ത ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയക്കുന്നവരായി മാറണം. ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടോ എൻ്റെ പ്രവൃത്തികൾ ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം വേദന ദൈവത്തിനുണ്ടെന്നൊരു ചിന്ത എന്നെ ഭരിക്കുമ്പോൾ, എന്നെ കാണാൻ ഒരാളുണ്ടെന്നൊരു ചിന്ത എന്നെ ഭരിക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു നല്ല മനുഷ്യനായിട്ട് മാറും. അതുകൊണ്ട് ദൈവഭയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നു മുതലുള്ള പ്രാർത്ഥനയിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവ് എന്നിലും എൻ്റെ കുടുംബത്തിലും എന്നോട് ചേർന്ന് നിൽക്കുന്നതിലെല്ലാം ദൈവഭയം അവിടുന്ന് ജനിപ്പിക്കണമേ. അങ്ങനെ ദൈവഭയമുള്ള ഒരു ജനതയായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.